ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പാശരണം നമ്മുടെ അടുത്ത് പറയാറില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കരുതെന്ന്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. സോ ഒരു അമ്പലം, ആ അമ്പലത്തിൽ 2 ഭക്തന്മാർ, ഫിനാൻഷ്യലി വെരി ഡിഫറെൻറ്റ്. ഒരാൾ ഭയങ്കര റിച്ചും മറ്റേ ആൾ അത്ര റിച്ച് അല്ല. അപ്പോൾ ഈ 2 പേർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. സോ ദ റിച്ച് മാൻ ഹാസ് ഗോട്ട് സം സ്കിൻ പ്രോബ്ലംസ്. പുവർ മാൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉള്ള ആളാണ്, എന്തൊക്കെയോ നടത്താനുണ്ട്, പക്ഷെ കാശില്ല. അപ്പോൾ ഇവർ 2 പേരും ഭഗവാന്റെ ഭക്തരാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശ്വര എങ്ങനെയെങ്കിലും പ്രോബ്ലം തീർത്ത് തരണേന്ന്. 2 പേരുടെ പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്, ബട്ട് 2 പേർക്കും പ്രോബ്ലംസ് ഉണ്ട് താനും. ഭഗവാനാണെങ്കിൽ സങ്കടം വരും, അയ്യോ എൻ്റെ 2 ഭക്തന്മാർ എത്ര വിഷമിക്കേണ്ടല്ലോ, ഞാൻ അവരെ അനുഗ്രഹിക്കാം എന്ന് വിചാരിക്കും. ആ റിച്ച് മാനിൻ്റെയും പുവർ മാനിൻ്റെയും ഡ്രീമിൽ ഭഗവാൻ വരും. എന്നിട്ട് ഭഗവാൻ പറയും റിച്ച് മാനിൻ്റെ അടുത്ത്, അടുത്ത ദിവസം തന്നെ 100 പണം എടുത്ത് ചുമന്ന പട്ടിൽ കിഴി കെട്ടി കൊളക്കടവിൽ അവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ, നിൻ്റെ ത്വക്ക് രോഗം ഞാൻ മാറ്റിത്തരാമെന്ന്. പുവർ മാനിൻ്റെ അടുത്ത് പറയും, നീ ആ കൊളക്കടവിൽ പോയിട്ട് നാളെ തന്നെ കുളിക്കണം. കുളിച്ച് പുറത്ത് കയറുമ്പോൾ അവിടെ ഒരു ചുമന്ന പട്ടിൽ 100 പണം കാണും, നീ അതെടുത്തുകൊണ്ട് വെക്കോ, അപ്പോൾ നിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും മാറും എന്ന് പറയും. അപ്പോൾ 2 പേരും അടുത്ത ദിവസം, ഈ റിച്ച് മാനും പുവർ മാനും ഭക്തർ 2 പേരും ഒരേമാതിരി അടുത്ത ദിവസം അമ്പലത്തിൽ പോകും. ഈ റിച്ച് മാൻ 100 പണം കിഴീൻ്റെ അകത്ത് കെട്ടി കൊളക്കടവിൽ വയ്ക്കും. പുവർ മാൻ കുളിച്ച് മുകളിലോട്ട് വരുമ്പോൾ ആ പണം കാണും, അതെടുത്തുകൊണ്ട് അയാൾ പോകും. പക്ഷേ ഈ റിച്ച് മാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും, എൻ്റെ പണം എന്തിനാ ഇയാൾ എടുത്തുകൊണ്ട് പോകണേ എന്ന് പറഞ്ഞിട്ട് ഹീൽ ഗെറ്റ് വെരി ആംഗ്രി ആൻഡ് ഹി വിൽ ഗോ ആൻഡ് കംപ്ലെയിൻ ടു ദ രാജ. രാജ എന്ത് ചെയ്യും, ഈ പുവർ മാനിനെ പിടിച്ചിട്ട് ജയിലിലിടും. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി രാജാവിൻ്റെയും ഈ റിച്ചായ ആളുടെ സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറയും, അത് എനിക്ക് നീ തന്ന കാശല്ലേ, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താൽ നിനക്കെന്താ, എൻ്റെ ആ ഭക്തനെ അങ്ങനെ ജയിലിലിട്ട് ആരും വിഷമിപ്പിക്കരുത്, അവന് വിടണം, മാത്രമല്ല ആ 100 കിഴിപ്പണം അവനുള്ളതാണ്, അത് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം രാജാവും ഈ റിച്ച് ആയിട്ടുള്ള ആളും പോയിട്ട് ആ പുവർ ആയിട്ടുള്ള ആളുടെ അടുത്ത് മാപ്പ് ചോദിച്ച് കിഴിപ്പണം കൊടുത്ത് പറഞ്ഞയക്കും. ആൻഡ് ആ റിച്ച് ആയിട്ടുള്ള ആളുടെ ത്വക്കിൻ്റെ രോഗം മാറിയും കിട്ടും, ആ പുവർ ആയിട്ടുള്ള ആളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും തീർന്നു കിട്ടും. അപ്പോൾ ഭഗവാന് നമ്മൾ വല്ലതും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പാടില്ല. അതേമാതിരി തന്നെ നമ്മൾ വല്ലവർക്കും വല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെങ്ങനെ ഉപയോഗിക്കണോ, ശരിക്കും യൂസ് ചെയ്യണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് ഇന്നത്തെ സുഭാഷിതം. ഓൾ ഓഫ് യു ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പാശരണം.